ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICD ടെക്സ്റ്റ് ബുക്കിലെ ഡിസീസസ് ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടനസ് ടിഷ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ മുന്നേയുള്ള വീഡിയോസ് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും കോഡിംഗ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ICD ടെക്സ്റ്റ് ബുക്കിൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് പ്രഷർ അൾസർ എന്നാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. പ്രഷർ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് സോർ എന്നൊക്കെ നമ്മൾ പറയും, സ്കിന്നിലുണ്ടാകുന്ന ഇഞ്ചുറി. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊലോങ്ഡ് പ്രഷർ ഓൺ ദ സ്കിൻ, അതിനാണ് നമ്മൾ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രഷർ അൾസറിൻ്റെ കോഡാണ് L89 എന്ന് പറയുന്ന കോഡ്. ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റേജും അതുപോലെ അതിൻ്റെ സൈറ്റും എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. അതായത് ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സ്റ്റേജ്, സൈറ്റ് ഇത് രണ്ടും എന്താണ് കോഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ പ്രഷർ അൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രഷർ അൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ പ്രഷർ അൾസറിൻ്റെ സ്റ്റേജ് അത് എവിടെ, ഏത് സൈറ്റ് എന്നുള്ളത് കോഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേജസ് ഉണ്ട്. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് പ്രഷർ അൾസർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ ഒരു റെഡി അപ്പിയറൻസ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും, സ്റ്റേജ് 1 ആണ്. സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാളോ ഓപ്പൺ അൾസേഴ്സ്, അതായത് ഓപ്പൺ അൾസേഴ്സ് ആണ് സ്റ്റേജ് 2. സ്റ്റേജ് 3 കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതായത് ടെൻഡോൺ അല്ലെങ്കിൽ ബോൺ ഇതൊന്നും എക്സ്പോസ് അല്ല, പക്ഷെ എന്താണ് ഫാറ്റ് എന്ന് പറയുന്നത് മേ ബി വിസിബിൾ ആയിരിക്കും, അതാണെങ്കിൽ സ്റ്റേജ് 3. ഇനി സ്റ്റേജ് 4ലേക്ക് വരികയാണെങ്കിൽ ബോൺ, മസിൽ, ടെൻഡോൺ എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യും, എക്സ്പോസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റേജസ് നമ്മൾ പറയുന്നത്, സ്റ്റേജ് 1 to 4. ഇനി അൺസ്റ്റേജബിൾ, അൺസ്പെസിഫൈഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു പ്രഷർ അൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അത് എവിടെയാണ്, അതായത് അതിൻ്റെ സൈറ്റ് എത്രാമത്തെ സ്റ്റേജ് ആണ് എന്നുള്ളത് അസൈൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ സ്റ്റേജ് 3 പ്രഷർ അൾസർ ഓൺ ഹീൽ എന്ന് മെൻഷൻ ചെയ്ത് പറയും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രഷർ അൾസർ ഹീലിൻ്റെ ICD കോഡ് നമ്മൾ ആദ്യം സെർച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രഷർ അൾസർ ഹീൽ എത്രാമത്തെ സ്റ്റേജ് ആണ്, സ്റ്റേജ് 3 ആണ്. അപ്പോൾ സ്റ്റേജ് 3ൻ്റെ കോഡ് എന്ത് ചെയ്യുക, കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു പ്രഷർ അൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോഡ് ചെയ്യേണ്ടത്. ഇനി ചിലപ്പോൾ അൺസ്റ്റേജബിളിൻ്റെ കോഡ് കൊടുക്കണം. അൺസ്റ്റേജബിൾ, അൺസ്പെസിഫൈഡ് രണ്ട് കോഡും നമ്മുടെ ICD ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതെപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺസ്പെസിഫൈഡ് നമുക്കറിയാം എന്താണ്, പ്രഷർ അൾസർ അതിൻ്റെ സ്റ്റേജ് ഡോക്യുമെൻറ്റേഷനിൽ ഇല്ല, അൺസ്പെസിഫൈഡ് ആണ്. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അൺസ്പെസിഫൈഡ് പ്രഷർ അൾസറിൻ്റെ കോഡ് കൊടുക്കുക. ഇനി അൺസ്റ്റേജബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കലി നമുക്ക് ഐഡൻറ്റിഫൈബിൾ അല്ല, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലാണ് അൺസ്റ്റേജബിൾ എന്ന് പറയുന്നത്. ഇനി ഡോക്യുമെൻറ്റേഷനിൽ സ്റ്റേജേ തന്നിട്ടില്ല, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഏത് സ്റ്റേജ് പ്രഷർ അൾസർ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ നമ്മൾ പറയും അൺസ്പെസിഫൈഡ് പ്രഷർ അൾസർ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ സ്റ്റേജ് തന്നിട്ടില്ല എങ്കിൽ പ്രഷർ അൾസർ ഏത് സൈറ്റിലാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അൺസ്പെസിഫൈഡ് കോഡായിരിക്കണം എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ അൾസർ ഓൺ ഹീലിനകത്തുള്ള പ്രഷർ അൾസറാണ്, അതിൻ്റെ സ്റ്റേജ് നമുക്ക് തന്നിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഹീൽ പ്രഷർ അൾസർ എടുത്തിട്ട് അതിൻ്റെ സ്റ്റേജ് 1, സ്റ്റേജ് 3 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ICD ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അൺസ്പെസിഫൈഡ് കോഡ്. അപ്പോൾ സ്റ്റേജ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺസ്പെസിഫൈഡ് കോഡ് കൊടുക്കാം. അൺസ്റ്റേജബിൾ എന്ന് പറയുമ്പോൾ ക്ലിനിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസുകളിലാണ് അൺസ്റ്റേജബിൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് നോ കോഡ് അസൈൻഡ് ഇഫ് ദ ഡോക്യുമെൻറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അൾസർ കംപ്ലീറ്റ്ലി ഹീൽഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തു, ആ ഒരു അഡ്മിഷൻ്റെ ടൈമിൽ, അതായത് രജിസ്ട്രേഷൻ ആ ഒരു ടൈമിൽ, അഡ്മിഷൻ്റെ ടൈമിൽ ഈ പേഷ്യൻറ്റിൻ്റെ പ്രഷർ അൾസർ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തു. അതായത് കംപ്ലീറ്റ്ലി അതെന്ത് ചെയ്തു, ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് അതായത് ഉണങ്ങി നന്നായിട്ട് അത് കരിഞ്ഞു. അപ്പോൾ ആ ഒരു കേസിൽ പ്രഷർ അൾസർ കംപ്ലീറ്റ്ലി ഹീൽഡ് ആണെങ്കിൽ ഇത് മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് വരുന്നത്, ഇഫ് വൺ സ്റ്റേജ് പ്രോഗ്രസ് ഇൻ ടു എ ഹയർ സ്റ്റേജ് ദെൻ 2 കോഡ് ഷുഡ് ബി ദെയർ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് സ്റ്റേജ് 2 പ്രഷർ അൾസർ ആയിട്ടാണ്, ഏതെങ്കിലും ഒരു
പെർട്ടിക്കുലർ പാർട്ടിൽ സ്റ്റേജ് 2 പ്രഷർ അൾസറായിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ അത് പ്രോഗ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി, അതായത് സ്റ്റേജ് 4ലേക്കോ അങ്ങനെ 2 സ്റ്റേജ് ഒരു ക്വസ്റ്റ്യനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ 2 സ്റ്റേജും നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. ആദ്യത്തെ കോഡ് കൊടുക്കേണ്ടത് അഡ്മിഷൻ്റെ ടൈമിൽ ഏതാണോ വരുന്നത് അത് പ്രൈമറി കോഡും, പ്രോഗ്രസ് ചെയ്ത് അതായത് ഹയർ സ്റ്റേജിലുള്ളത് നമ്മൾ സെക്കൻഡറി കോഡായിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സ്റ്റേജ് 2 പ്രഷർ അൾസറായിട്ട് വന്നു ഒരു പെർട്ടിക്കുലർ റീജിയൻ, അത് പ്രോഗ്രസ് ചെയ്തു സ്റ്റേജ് 4ലേക്ക് മാറി. അപ്പോൾ പ്രൈമറി കോഡ് കൊടുക്കേണ്ടത് സ്റ്റേജ് 2 ആണ്. അഡ്മിഷൻ്റെ ടൈമിൽ ഏതാണോ അതാണ് പ്രൈമറി കോഡ്. സെക്കൻഡറി കോഡ് എന്ന് പറയുന്നത് പ്രോഗ്രസ് ചെയ്തിട്ടുള്ള കോഡായിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു പ്രഷർ അൾസറിന്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. അതുപോലെ ഡീപ്പ് ടിഷ്യൂ ഡാമേജും ഉണ്ട്. അതായത് ഡീപ്പ് ടിഷ്യൂ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂവിലുണ്ടാകുന്ന ഡാമേജാണ്. അതായത് ബ്ലിസ്റ്റേഴ്സ് പോലെ ഒരു അപ്പിയറൻസ് ഫോം ചെയ്യും. അതാണ് ഡീപ്പ് ടിഷ്യൂ ഡാമേജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോഡ് സെപ്പറേറ്റ് നമുക്ക് ICD കോഡിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോഡായിരിക്കണം ഡീപ്പ് ടിഷ്യൂ ഡാമേജിൽ കൊടുക്കേണ്ടത്. നമ്മൾ പ്രഷർ അൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ പേഷ്യൻ്റ് ഹാസ് സ്റ്റേജ് 1 അൾസർ ഓൺ ദ സാക്രം ആൻഡ് സ്റ്റേജ് 4 അൾസർ ഓൺ ദ ഹീൽ. അതായത് ഇവിടെ 2 സ്റ്റേജ് 2 സൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് സ്റ്റേജ് 1 അൾസർ ഓൺ ദ സാക്രം, രണ്ടാമത്തത് സ്റ്റേജ് 4 അൾസർ ഓൺ ദ ഹീൽ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, പ്രൈമറി കോഡ് സെക്കൻഡറി കോഡ്. പ്രൈമറി കോഡ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 അൾസർ ഓൺ ദ സാക്രം, ദെൻ സ്റ്റേജ് 4 അൾസർ ഓൺ ദ ഹീൽ. അത് ഡയറക്റ്റ് നമുക്ക് കോഡ് എടുക്കാൻ പറ്റും. അതായത് കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ സ്റ്റേജ് 1 അൾസർ എന്ന് പറയുന്നത് സാക്രത്തിൽ L89 1.51 ആണ് കോഡ് വരുന്നത്. അത് ഡയറക്റ്റ് നമുക്ക് ICDയിൽ സ്റ്റേജ് 1 അതായത് പ്രഷർ അൾസർ ഓൺ ദ സാക്രം എടുക്കുക. അതിൽ സ്റ്റേജ് 1 പല സ്റ്റേജ് ആയിട്ടുണ്ട്, അതിൻ്റെ സ്റ്റേജ് കൊടുത്തേക്കുന്ന 1 ആണ്, അതിൻ്റെ കോഡ് കൊടുക്കുക. പിന്നെ സ്റ്റേജ് 4 അൾസർ ഓൺ ദ ഹീൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ICD-10 cm ഷുഡ് ബി യൂസ്ഡ് ഫോർ എ സ്റ്റേജ് 3 പ്രഷർ അൾസർ ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് ബട്ടക്. അതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ബട്ടക്കിൽ വരുന്ന സ്റ്റേജ് 3 പ്രഷർ അൾസർ. അപ്പോൾ അതിൻ്റെ കോഡ് L89.313 ആണ്. പിന്നെ നോൺ പ്രഷർ അൾസേഴ്സ് ഉണ്ട്. നോൺ പ്രഷർ അൾസേഴ്സും കോഡ് ചെയ്യേണ്ടത് ഇതേ മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. പ്രൈമറി കോഡായിട്ട് എടുക്കേണ്ടത് അഡ്മിഷൻ്റെ ടൈമിൽ ഏതാണോ അത് ഫസ്റ്റ് കോഡ്, സെക്കൻഡറി കോഡ് വരുന്നത് പ്രോഗ്രസ് ചെയ്തിട്ടുള്ള കോഡ്. രണ്ടാമത്തെ കോഡിങ് ഗൈഡ് ലൈൻസ് വരുന്നത് എപ്പോൾ പ്രഷർ അൾസർ നമ്മൾ കോഡ് ചെയ്താലും അതിൻ്റെ സ്റ്റേജ് സൈറ്റ് മസ്റ്റായിട്ട് കോഡ് ചെയ്യണം. സ്റ്റേജ് തന്നിട്ടില്ല എങ്കിൽ അൺസ്പെസിഫൈഡ് സ്റ്റേജിൻ്റെ കോഡ് കൊടുക്കുക. ഇതൊക്കെയാണ് മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള മേജർ കോഡിങ് ഗൈഡ് ലൈൻസ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ കോഡിങ് ഗൈഡ് ലൈൻസ് ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.